ത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 22 അധ്യായം 28 വാക്യത്തിൽ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. രാവിലെ സമയം ചില നിരൂപണങ്ങൾ ദൈവഭക്തനായ വ്യക്തിയോടാണ് ദൈവത്തിന്റെ ആലോചന. കർത്താവിനെ എപ്പോഴും മുമ്പിൽ വച്ചിരിക്കുന്ന ഭക്തനോടാണ് ദൈവീയ ആലോചന. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവീയ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവവഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിയോടാണ് ഈ ആലോചന. ഹൃദയത്തിൽ ഒരു കാര്യം നിരൂപിക്കുന്നു, സംശയിക്കേണ്ട, ആ കാര്യം നിവർത്തിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും തിരുവുള്ളമുണ്ടായിട്ട് നമ്മുടെ മനസ്സിൽ ദൈവം തരുന്ന ആലോചനയാണ്. ഇച്ഛിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും തിരുവുള്ളമുണ്ടായിട്ട് സംഭവിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ചില തീരുമാനങ്ങൾ നാം എടുക്കുന്നത്. പക്ഷെ മാനുഷികമായ ചിന്തകളിലും നോട്ടത്തിലും ഇത് ദൈവവഴിയാണോ, ദൈവീയ പ്രവൃത്തിയാണോ, ദൈവീയ നിരൂപണങ്ങളാണോ എന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതേ പ്രിയപ്പെട്ടവരെ, നിരൂപിക്കുന്നത് ദൈവത്തിന്റെ വഴിയാണ്. ആ നിരൂപണം യഹോവയായ ദൈവം നിനക്ക് സാധ്യമാക്കി തരും. യഹോവയായ ഭക്തൻ നിരൂപിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ വഴികളിൽ തന്നെയാണ്, ദൈവീയ ചിന്തയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, സംശയിക്കേണ്ട, നീ നിരൂപിക്കുക, ദൈവം നിനക്കത് സാധ്യമാക്കി തരും. നിന്റെ വഴികളിൽ ദൈവം പ്രകാശമായി വെളിപ്പെട്ടു വരും. രാവിലെ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? സംശയിച്ചു നിൽക്കുന്ന ചിലരോട്, ചില പ്രവൃത്തികൾക്ക് ഏർപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട് സംശയിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ നിനക്കത് നിവർത്തിച്ചു തരും, അവൻ നിനക്കത് സാധിപ്പിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആമേൻ.